നമുക്ക് നല്ല ചായ കിട്ടുന്ന ഏടിയുള്ളേ? ചായ കുടിക്കാൻ നല്ല കിടന്ന സ്പോട്ട് ഉണ്ട്. ഏടിയത്? നല്ല കിടിലം പോലത്തെ കല്ലുമ്മക്കായി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അതായത് ഇടൻ സ്പോട്ടാണ്. ഇതുവരെ എനിക്ക് ആ ഒരു ബ്ലോഗർമാർ എത്തിപ്പെടാത്ത ഒരു സ്ഥലത്തെ സംഭവം ഉള്ളത്. നമുക്ക് കാണാം എങ്ങനെ സംഭവം അല്ലേ. സാധനം വേണ്ടേ? കല്ലുമ്മല്ലേ? ഓ പിന്നെ പറയണ്ട, കിടിലൻ സാധനമാണ്. കല്ലുമ്മക്കായും കൽത്തപ്പിലുണ്ട്. വാ ഒക്കെ പോവാ. ആ ഒരു സ്പോട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് കല്ലുമ്മക്കായ ഇങ്ങനെ പൊരിയുന്നുണ്ട് കേട്ടോ. നല്ല ചൂടോടെയാണ് കല്ലുമ്മക്കായ എല്ലാവരും കൊടുക്കുന്നത് കേട്ടോ. ഉള്ളിവടയും അതുപോലെ തന്നെ ഉണ്ണിയപ്പം കൽത്തപ്പം തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. മൂപ്പറ ഉണ്ടാക്കുന്ന രീതിയൊക്കെ നോക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കല്ലുമ്മക്കായും അതുപോലെ തന്നെ ഒരു ഉള്ളിവടയും അതിൻ്റെ കൂടെ 2 നെയ്യപ്പം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കല്ലുമ്മക്കായ തന്നെ കേട്ടോ മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ. ഓ അടിപൊളി സാധനം പോലെ, ഒരു രക്ഷയില്ല. നല്ല ചൂടുണ്ടല്ലോ, നല്ല ചൂടുണ്ട്. ടോപ്പായിട്ടാണ് പുള്ളി ചായ അടിക്കുന്നത്. ചായ അടിക്കുന്ന സ്റ്റൈലിന് വേറെ ലെവലാണ് കേട്ടോ. ചായയുടെ സ്റ്റൈല് മാത്രമല്ല, ചായയും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ. കോഫി ആയാലും ടോപ്പ് ചെയ്യുന്ന സംഭവം കേട്ടോ. എനിക്ക് ചായ ഇഷ്ടപ്പെട്ടുണ്ട്. അതുപോലെ തന്നെ മൂപ്പറുണ്ടാക്കുന്ന കല്ലുമ്മക്കായ കേട്ടോ. കല്ലുമ്മക്കായ ചൂടോടെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. കാരണം ആ ഒരു വൈബ് കേരളൻ്റെ അരികിൽ തന്നെ ആയതുകൊണ്ട് തന്നെ സംഗതിയൊക്കെ സെറ്റ് ചെയ്യുന്നു. ഒരു ദിവസം തന്നെ എത്ര കല്ലുമ്മക്കായി ഉണ്ടാക്കുന്നത് പറയാൻ പറ്റില്ല. അത്യാവശ്യം നമ്മളുള്ള സമയത്ത് തന്നെ ഒരുപാട് കല്ലുമ്മക്കായി പാർസലായിട്ടും അല്ലാതെയൊക്കെ അവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഞാനും 2-3 കല്ലുമ്മ കഴിച്ച് നോക്കി. സംഗതി ടോപ്പാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് റഷീഖാൻ്റെ കല്ലുമ്മക്കായ കേട്ടോ. വിരലിലുണ്ടാവുന്ന കടികൾ മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. കൂടുതൽ കടികളൊന്നുമില്ല. ഉള്ളിവട, നെയ്യപ്പം, കല്ലുമ്മക്കായ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രം കേട്ടോ. ചൂടോടെ പൊരിക്കുന്നില്ല. ചൂടോടെ പൊരിക്കുന്നത്. ലീവ് ഉണ്ട് ഏതെങ്കിലും ദിവസം? ലീവ് ഇല്ല. ലീവ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും സാധനം നൈസാണ്. ചൂടോടെ തിന്നാം. ചൂടോടെ കൊടുക്കുന്നു. എല്ലാം ചൂടോടെ, എല്ലാം ചൂട്. സംഭവം സെറ്റ് ആയിട്ട് അന്ന് വന്ന് നോക്കി കഴിച്ചോളി പോയിക്കോളി. 3 മണിക്ക് സ്റ്റാർട്ടിങ്. 3 മണിക്ക് സ്റ്റാർട്ടിങ്. എത്ര മണി ഉണ്ടാവും? ഒരു 10 മണി വരെ. 10 മണി തീരുന്ന വരെ. 10 മണി വരെ കണക്കൂട്ടിക്കോട്ടെ. 3 to 10 കൂട്ട് വരുന്ന ഇടയാണെങ്കിൽ നമ്മുടെ തലമുണ്ട, അതായത് നമ്മുടെ തലമുണ്ടയിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് പോയ മുയപ്പാലാണ്, ഇങ്ങോട്ട് പോയ കൂടാളിയാണ്, ഇങ്ങോട്ട് പോയ ചക്കരകളാണ്. നേരെ തിരിച്ചുള്ള വരുന്ന സ്ഥലത്താണ് സ്പോട്ട് വരുന്നത്. തുടങ്ങിയിട്ട് ഒരാഴ്ച ആയുള്ള സംഭവം ചൂടോടെ വന്ന കല്ലുമുക്ക കിട്ടും. നല്ല അടിപൊളി ഇങ്ങനെ പൊരിയുന്ന സാധനമാണ്. എടുത്ത് കഴിക്കേ വേണ്ട, ബാക്കിയെല്ലാം ഓർമ്മ നോക്കിക്കോളും കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാക്കി 10 സാധനം പാർസലും പറഞ്ഞു കേട്ടോ. 10 എണ്ണം പാർസൽ പറഞ്ഞിട്ടുണ്ട്. സാധനം നൈസാണ്. എന്തായാലും ഇതൊക്കെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.